എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. പവിത്രം സീരിയൽ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവ്യൂയിലേക്ക് പോകാം. അതിന് മുന്നേ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ബെൽ ബട്ടനും കൂടി അടിക്കണേ. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസും കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശ്രീജ പറയുന്നുണ്ട് വിശ്വേട്ടനോട് ഒന്ന് പോയി നോക്കൂ, അച്ഛനും അമ്മയും തനിച്ചല്ലേ പോയിരിക്കണേ, ഒന്ന് പോയി നോക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ വിശ്വൻ പറയുന്നുണ്ട് എന്തിന് അവിടെ പോയിട്ട് ഞാൻ ഉള്ള അടി മുഴുവൻ മേടിച്ച് കൊള്ളാനാണോ, അവിടെ വിക്രം മതി, 7-8 പേര് വന്നാലും അവൻ നന്നായി ഹാൻഡിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ പൊക്കി വയ്ക്കുന്നുണ്ട്. ഒപ്പം ശ്രീജയോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര മേലുവേദനയാണ്, ഒന്ന് കുളിക്കട്ടെ, നീ കുറച്ച് വെള്ളം ചൂടാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വരുന്ന വേദ പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. വിക്രമിൻ്റെ സ്വഭാവം വെച്ചിട്ട് വിക്രം എന്തായാലും ഇന്നലെ തന്നെ അവരെ അതിൻ്റെ പിന്നിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും, ഒന്നും പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് വിഷമത്തിൽ ഇത് എത്ര നാളങ്ങനെ അടിയും കുത്തും കേസൊക്കെ ആയിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഷമത്തിൽ വേദ പറയുന്നുണ്ട് എല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ അമ്പലത്തിൽ പോയി അച്ഛനും അമ്മയും അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പിന്തുടർന്ന് ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് അവരുടെ ഗുണ്ടാ നേതാവിന് തോന്നുന്നു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവൻ്റെ അച്ഛനമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് നീ അവരെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രീനി സാറ് ഗുണ്ടനെ കണ്ടെത്തിയിട്ടുണ്ട്. അവനെ പിടിക്കാനായിട്ട് പുറകെ പോയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ വിനായകനും ഭാര്യയും തമ്മിലെ സംഭാഷണങ്ങളാണ് കേൾക്കുന്നത്. വിനായകൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭാര്യ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളെന്തിനാ അച്ഛനും അമ്മയുടെ അപകടകാര്യം പറഞ്ഞപ്പോൾ ചതിച്ചോ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയാൻ ശ്രമിക്കുന്നുണ്ട് വിനായകൻ. എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ സംശയിച്ച് നീ എന്നെ കൂടി സംശയിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുന്നായ്മയുണ്ട്, അത് അവളോട് മാത്രമാണ്. നമ്മൾ അവളുടെ അച്ഛൻ്റെ അമ്മ അവരുടെ വീട്ടുകാരിൽ നിന്ന് കാശ് മേടിച്ചത് അവളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അത് നമ്മുടെ അച്ഛനെയും അമ്മയ്ക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ചൂടാവുന്നുണ്ട്. അപ്പോൾ വിനായകൻ നൈസായിട്ട് അവളെ ഒഴിവാക്കുന്നുണ്ട്. പോയിട്ട് ഒരു ദോശയും കൂടി ചുട്ടു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ്. നന്ദിനിനെ ഒഴിവാക്കുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട് കമ്മീഷൻ കിട്ടുന്ന കാര്യമാകുമ്പോൾ നിങ്ങൾ പലതും കണ്ടില്ലെന്ന് അടിക്കുന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണേന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അമ്മ അച്ഛനും അമ്പലത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട് ഒരു വഴിപാടുണ്ട്, അത് ഒരു പൂജയുണ്ട് ഇവിടെ, അതിൽ നമ്മുടെ വേദേനെയും വിക്രമിനെയും ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, അതിന് മാഷ് സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാഷ് അതിന് സമ്മതിക്കുന്നില്ല. മാഷ് പറയുന്നുണ്ട് സത്യമുള്ളിടത്തെ ദൈവം ഉണ്ടാവുള്ളൂ, അവരുടെ ബന്ധത്തിൽ സത്യമില്ല, അപ്പോൾ അവരെന്നെ എന്ത് പൂജയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് തർക്കിക്കുന്നുണ്ട്. ഇത് കേട്ട് വരുന്ന പൂജാരി പറയുന്നുണ്ട് ഭാര്യ പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയുടെ മഹത്വത്തിനെ കുറിച്ചിട്ടൊക്കെ മാഷിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെയുണ്ട്. ഈ സമയം നമ്മുടെ വിക്രമും അവരെ ഫോളോ ചെയ്തിട്ട് അമ്പലത്തിലെത്തി പുറത്ത് നിൽക്കുന്നുണ്ട്. വിക്രം അവർക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷയും കൊണ്ടിട്ട് വന്നിട്ടാണ് നിൽക്കുന്നത്. ഗുണ്ടകൾ ഇതേസമയം ഇവരെ ഫോളോ ചെയ്തിട്ട് അമ്പലത്തിന് ചുറ്റിലും നടക്കുന്നുണ്ട്. അതേസമയം വിക്രമിനെ കണ്ടതും ഗുണ്ടകൾ മെല്ലെ പിന്നാക്കം പോയി ഒളിച്ചിരിക്കുകയാണ്. വിക്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. ഈ സമയം അമ്മ വിക്രമിനെ കണ്ട സന്തോഷത്തിൽ അതാ നമ്മുടെ മോൻ്റെ കാര്യം പറയുമ്പോഴേക്കും വന്നു, അതാണ് മഹാദേവൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഓടി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. എന്നിട്ട് കുറിയിട്ട് കൊടുക്കാനായിട്ട് വിക്രമിന് നേരെ കുറി ഇട്ട് കൊടുക്കുമ്പോൾ വിക്രം പറയുന്നത് വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്പലത്തിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാഷിക്ക് അത് ഒട്ടും ദഹിക്കണില്ല. മാഷ് പറയുന്നുണ്ട് കണ്ട ഗുണ്ടകളായി മക്കളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അച്ഛനും അമ്മയ്ക്ക് എസ്കോർട്ട് വേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പുച്ഛഭാവത്തിൽ മാഷ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതെനിക്ക് ഉറപ്പാണ്, എന്നാലും അമ്മയും അച്ഛനും ഈ വണ്ടിയിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് വിക്രമും പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം 2 പേരെയും വിക്രം ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. ഞാൻ പുറകെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പുറകെ വരുന്നുണ്ട്. മാഷ് മനസ്സോടെയാണെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറി പോരുന്നുണ്ട്. വിക്രമും അവരെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വിനായകൻ ശ്രീകാന്തിനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ചൂടായി സംസാരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മേനെയും നേർക്കൊന്നും ആക്രമണം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അനിയനെ വിക്രമിന് കേസിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഭിലാഷിനെ
ആക്ട് ചെയ്ത് തന്നത്. അതല്ലാതെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വരുത്തരുത്, അവനിപ്പോൾ പുറത്ത് കിടന്നാലും അകത്ത് കിടന്നാലും ഒരേപോലെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നെറികെട്ട പരിപാടിയെന്ന് തോന്നിയാലും അതിന് നിന്നത്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നേരെ ഒരു ആക്രമം പോലും ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. അതും ചോദിക്കുന്നുണ്ട്, ഞാൻ അവരെ ആക്രമിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അവർ പാവങ്ങൾ, അവർ ഇതുമായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ ചോദിച്ചിട്ട് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് വിനായകനെ. പിന്നെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിലെ സംസാരം മുഴുവനും ശ്രീകാന്തിൻ്റെ അച്ഛൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനെ അടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റിന് മാത്രമായിരിക്കണം അവൻ അനുഭവിക്കേണ്ടത്, അതല്ലാതെ അവൻ്റെ അച്ഛനും അമ്മേനെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശ്രീകാന്തിനെ. ഈ സമയം അമ്മയും അച്ഛനും സേഫായിട്ട് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, വിക്രം വരാമെന്ന് പറഞ്ഞിട്ട് കാണാനില്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ ചീത്ത പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഇതേപോലെ അവനെ എസ്കോട്ട് പോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ബൈക്കിലവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും അകത്ത് കയറുമ്പോഴേക്കും എത്തിയ വിക്രത്തിനോട് നമ്മുടെ അമ്മ ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പം അച്ഛൻ ചീത്ത പറയുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട് ഉപദേശിച്ചാൽ നന്നാവും എന്നുള്ളവരെ മാത്രമേ ഉപദേശിക്കാൻ പോകാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് വേദന നിൽക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി ഒന്നും സംഭവിക്കില്ല, അതിനുള്ള ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ഈ വീട്ടിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഏട്ടാ വേദ പറയുന്നുണ്ട്, വിക്രം ഇനി അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ അച്ഛൻ പഴയ അധ്യാപകനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചൊല്ലിക്കൂട് ആ രീതിക്ക് പോണത്. പുതിയ കാല അധ്യാപകർ അങ്ങനെയല്ല, നമ്മളെ സാഹചര്യം കൂടിയും കണക്കിലെടുത്ത് നോക്കും എന്നൊക്കെ പറയുമ്പോൾ മാഷിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാഷ് ചൂടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരകത്തേക്ക് കയറി പോകുമ്പോൾ വേദ പറയുന്നുണ്ട്, നമ്മൾ കൊതുകുകളെ എത്ര കൊന്നിട്ടും കാര്യമില്ല, പിന്നെയും അത് പെരുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ആ പാർട്ടീനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ വിക്രം ചൂടാവുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, രാവിലെ ഒരുപാട് വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിച്ചിട്ടുള്ള നാവാണത്, അമ്പലത്തേക്ക് പോകണതിന് മുമ്പ് കുളിച്ചിട്ടും പല്ല് വെച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഗുണ്ടാപണിക്ക് പോവുകയാണെങ്കിലും കുളിയും പല്ലിയപ്പോൾ കഴിഞ്ഞ് കുറച്ച് വൃത്തിക്ക് പോയേ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് വേദാകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുന്ന വിക്രമത്തിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. എല്ലാ ദിവസവും 2 മണിക്ക് മുന്നായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.